വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ അബിൻ വർക്കി, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച് അത് ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ്, കേരളം കണ്ടതാണ്. പക്ഷേ ഈ പോലീസ് റിപ്പോർട്ട് പറയുന്നത് ഗവൺമെന്റിന്റെ പൂർണ്ണമായ രക്ഷാപ്രവർത്തനം എന്നതു മാത്രമല്ല, അവിടെ നടക്കാത്ത ചില കാര്യങ്ങൾ കൂടി ഈ റിപ്പോർട്ടിൽ എഴുതി ചേർത്തിട്ടുണ്ട്. താങ്കൾ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? താങ്കളുടെ അല്ല, തീർച്ചയായിട്ടും ആ കേസ് ഞങ്ങൾ വളരെ കൃത്യമായി സംസ്ഥാന കമ്മിറ്റി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി വ്യക്തിപരമായിട്ട് ഞങ്ങളും ഫോളോ അപ്പ് ചെയ്യുന്നൊരു കേസാണ്. ആ കേസിനകത്ത് പെറ്റീഷണർ ഈ ചാർജിന്റെ കോപ്പി ഇട്ടിട്ട് കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെ മിനിങ്ങാന്നുമായിട്ടാണ് കിട്ടിയത്. അതാണ് ഇത് വരാൻ വൈകിയത്. 2-3 ആഴ്ച മുമ്പ് തന്നെ ഇത് റെഫർ ചെയ്ത ചാർജുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കിട്ടിയ പെറ്റീഷണർ ചാർജ് കോപ്പിയിൽ വളരെ കൃത്യമായിട്ട് അവർ എഴുതി വെച്ചിരിക്കുന്നത് ഇത് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഗൺമാൻ ഇറങ്ങി അടിച്ചത് എന്നുള്ളതാണ്. അത് തീർത്തും വസ്തുതാവിരുദ്ധമായി പറയുന്നത് ഇവർ ഈ വണ്ടി തടയാൻ ശ്രമിച്ചുവെന്നും ആ വണ്ടിയിലേക്ക് അടിക്കാൻ ശ്രമിച്ചെന്നും അടിച്ച് വലിയ പ്രശ്നമുണ്ടാക്കി എന്നുള്ളതാണ് ആദ്യത്തെ തെറ്റായി പറയുന്നത്. കാരണം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇവരവിടെ കരിങ്കൊടി കാണിച്ച് ആ വണ്ടി കടന്നു പോയതിനു ശേഷം ഇവരെ ലോക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മാറ്റി നിർത്തുകയാണ് ഉണ്ടായത്. ആ മാറ്റി നിർത്തിയതിനു ശേഷമാണ് പുറകെ വന്ന വാഹനത്തിൽ നിന്ന് ഈ ഗൺമാൻമാർ വന്ന് അതിമാരകമായ അടിക്കുന്ന ദൃശ്യം നമ്മൾ കണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരു ലോക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ വീണ്ടും ഗൺമാന്റെ നേതൃത്വത്തിൽ വന്ന് അടിക്കുകയാണ് അവിടെ ഉണ്ടായത് എന്ന് പറയുമ്പോൾ അത് തീർത്തും നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ് നമ്മുടെ കേസ്. അതിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് ഇപ്പോൾ റിപ്പോർട്ട് കൊടുക്കുന്നതനുസരിച്ച് ഇവർ ലോക്കൽ പോലീസിന് വഴങ്ങാത്തത് കൊണ്ടാണ് ഈ ഗൺമാൻ ഇറങ്ങി അടിച്ചത് എന്നും ഈ വണ്ടിയിൽ അടിച്ച് ഈ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലേക്ക് അടിച്ചും അതുപോലെ തന്നെ തടഞ്ഞും മുഖ്യമന്ത്രിക്ക് ഒരു ഭീഷണി ഉയർത്തുന്ന രീതിയിൽ ഇവർ പെരുമാറിയത് കൊണ്ടാണ് അടിക്കേണ്ട സാഹചര്യം ഉണ്ടായതെന്നാണ്. തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. എന്ത് തുടർ നടപടി എന്നുള്ളതാണ് ഒരു പ്രസക്തമായ കാര്യം. കാരണം പോലീസ് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി സ്വാഭാവികമായും ഗവൺമെന്റ് ഈ പോലീസ് റിപ്പോർട്ടിലൂടെ സംരക്ഷണം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇനി എന്ത് നടപടിയാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കുക? ഇതിനകത്ത് ഇത് മിസ്റ്റേക്ക് ഓഫ് ആക്ട് എന്നുള്ള നിലയിൽ റെഫർ ചെയ്ത് കളയുകയാണ് ചെയ്തത്. ഇത് 17-ാം തീയതി കോടതിയിൽ ഈ കേസ് വരും. കോടതിയിൽ കേസ് വരുമ്പോൾ ഞങ്ങൾ ഇതിന്റെ ഒബ്ജക്ഷൻ ഈ വീഡിയോയോട് കൂടി തന്നെ ഒബ്ജക്ഷൻ ഞങ്ങൾ ഫയൽ ചെയ്യുന്നതാണ്. ആലപ്പുഴയിലെ ഏതെങ്കിലും ദൃശ്യമാധ്യമ പ്രവർത്തകരോട് ഒരു നോട്ടീസ് അയച്ച് ഈ വീഡിയോ ഈ പോലീസ് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. അതുമാത്രമല്ല, ഇതിലെ 5ാമത്തെ സാക്ഷി ഒരു മാധ്യമ പ്രവർത്തകനാണ്. ആ മാധ്യമ പ്രവർത്തകനെ മൊഴി പോലും എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഈ ഗൺമാൻമാരെ രക്ഷിക്കാൻ വേണ്ടി പോലീസ് എഴുതിയ തിരക്കഥയാണ്. ആ തിരക്കഥ തന്നെ നിയമവിരുദ്ധമാണ്. ഇതൊക്കെ കോടതിയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചോദ്യം ചെയ്യാവുന്നതാണ്. ഒരു സംശയവും വേണ്ട. അജിത് കുമാറിന്റെ ശിഷ്യനായ അനിൽകുമാർ ഒന്നും ഇവിടെ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇതിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ നിയമ നടപടി അത് ഞങ്ങൾ ഉറപ്പു കൊടുത്തിരിക്കുന്നതാണ്. സംസ്ഥാന കമ്മിറ്റി ഉറപ്പ് കൊടുത്തിരിക്കുന്നതാണ്. വ്യക്തിപരമായി ഞങ്ങളൊക്കെ ഉറപ്പ് കൊടുത്തിരിക്കുന്നതാണ്. ഇതിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ നിയമ നടപടികൾ ഉണ്ടാവും. ഇപ്പോൾ തന്നെ അതിന്റെ തുടർ നിയമ നടപടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്തുകയാണ്. 17-ാം തീയതിയാണ് ഇനി കേസ് വരുന്നത്. ആ കേസ് വരുമ്പോൾ തന്നെ ഞങ്ങൾ ഒബ്ജക്ഷൻ ഫയൽ ചെയ്യും. വേണ്ടി വന്നാൽ അടുത്ത ഘട്ടത്തിയിട്ട് അത് ഹൈക്കോടതിയിലേട്ടും മറ്റ് ഉന്നത കോടതികളിലേട്ടും പോകാനും ഞങ്ങൾ തയ്യാറാണ്. ഇതൊക്കെ കേരളത്തിൽ രക്ഷാപ്രവർത്തനം എന്നുള്ള വരികയിൽ ഇത് പോലീസ് വധശ്രമത്തിന് കേസെടുത്ത വിഷയത്തിൽ രക്ഷാപ്രവർത്തനമാണ് നടത്തിയതെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ നടത്തിയ ഈ പ്രവൃത്തിയെ രക്ഷാപ്രവർത്തനത്തിന്റെ അതിനൂതനമായ മാർഗം എന്നുള്ളതല്ലാതെ ഈ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് അതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഞങ്ങൾ കോടതി വഴി ഇതിനെ സമീപിക്കും. ഏറ്റവും പരമാവധി ശിക്ഷ ഈ ഗൺമാൻ ഉൾപ്പെടെയുള്ളവർക്ക് ഉറപ്പുവരുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും വളരെ നന്ദി അബിൻ വർക്കി. തോമസ് ഉണ്ട് ഈ